മക്കളെ റാത്തല്ല എന്താ പറയുക, ഇന്ന് പൊന്നാനിയിലേന്ന് വർക്ക്. പൊന്നാനിയിൽ ഇങ്ങനെ പണി കഴിഞ്ഞ് വരുമ്പോൾ വളരെ സങ്കടത്തോടെ, അവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടത്തോടായിട്ട് വന്നത്. പഴയ കാലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നവരാ, നമ്മളമ്മമാർ നമുക്ക് സ്കൂൾക്ക് പോകുമ്പോൾ നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നതിന് നമുക്ക് കുട തന്നീന്ന്. അപ്പോൾ നമ്മളെ മക്കളോട് നമ്മൾ പറയുന്നത് എന്താ പറയുക, പൊന്നാന മക്കൾ, നിങ്ങൾ വൈകുന്നേര സമയത്ത് നനഞ്ഞുകൊണ്ടുള്ള യാത്ര ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിനും ദോഷമാണ്. അത് യാത്രക്കാരായ വരുന്ന ആളുകൾക്ക്, വാഹനത്തിലൊക്കെ യാത്ര ചെയ്ത് വരുന്ന അവർക്കും ഭയങ്കര ഒരു ദോഷമുണ്ടാകും പല പ്രശ്നങ്ങൾ കൊണ്ട്. കാരണം എന്താ വെച്ചാൽ അത് സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ വളരെ മോശമായൊരു പാഠമാണ്. വരും തലമുറക്ക് അത് നൽകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു പാഠം. ഇന്നിപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് വരുമ്പോൾ ആണും പെണ്ണും, അതായത് വഴിയിലൂടെ നടന്നു പോകുന്നത്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സ്കൂളിൽ വിട്ടുകൊണ്ട് നടന്നു പോകുന്നത്, ജസ്റ്റ് ഒരു കുട പോലും കയ്യിലില്ല തന്നെ. അപ്പോൾ പ്രിൻസിപ്പൾമാരോട് വളരെ താഴ്മയായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ്. അതേമാതിരി ക്ലാസ്സിലെ അധ്യാപകന്മാരോട് നമ്മൾ പറയാൻ ആരുമല്ല കേട്ടോ, നമ്മുടെ ലോക്കൽ ആൾ, ഒരു പോണ വയ്യാത്രക്കാരൻ പറയുന്നതെന്ന് നിങ്ങൾ കരുതിയാൽ മതി. എന്താ പറയുക, അവിടെ നമുക്ക് പ്രിൻസിപ്പൾമാരോട് പറയണം എന്താ പറയുക, ഈ സമയത്ത് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള സാഹചര്യം വരികയാണെങ്കിൽ സ്കൂളിലെ മക്കൾക്ക് കുട നിർബന്ധമാക്കണം. ഇനി കുട കൊണ്ടുവരാൻ പ്രയാസമുള്ളവർക്ക് ഇതാ 100 രൂപേൻ്റെ കോട്ടുണ്ട്, 100 രൂപ ഉള്ള ഒരു കോട്ടിന്, അല്ലെങ്കിൽ ഒരു 110 രൂപേൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടായാലും മതി. അത് സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം കേട്ടോ. നമുക്കറിയാം എന്ത് കുളത്തിനെ കുറിച്ച്, മസ്തിഷ്ക ജ്വരം, അമീബൻ്റെ പ്രശ്നങ്ങളും നിപ്പ വൈറസും അതേപോലെ തന്നെ കൊറോണ ഒക്കെ കടന്ന് വന്നവരാണ്. ഈ തലമുറക്ക് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പരിചയമുള്ളവരാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അറിയാം, നമ്മളതിനെപ്പറ്റി പറയണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് പകരാൻ സാധ്യതയുള്ള എവിടെയാണെന്ന് അറിയാം, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സാമീപ്യം കൂടുതലുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മളെ മക്കൾ വൈകുന്നേരം കയറി വരുമ്പോൾ മഴ കൊണ്ടിട്ട് നനഞ്ഞു വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പനി ഉണ്ടാവുള്ളൂ, സാധാരണ രീതിയിലുള്ള പനി. ഇതിപ്പോൾ പിറ്റേന്ന് സ്കൂൾ ലീവായിക്കാണ്ട് എന്ത് ചെയ്യണേ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും മറ്റുള്ളിടത്തേക്കും പോകണം. നമുക്കറിയാം അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണ്. എന്തിന്, ക്യൂ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്യൂവിൽ നിന്ന് പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ടാണ് എൻ്റെ പൊന്നാര മക്കളോട് പറഞ്ഞത് എന്താ പറയുക, ഇന്ന് കണ്ടപ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞാട്ടോ, നിങ്ങളെ ട്രോളാനൊന്നും നിൽക്കണ്ട, നമ്മളതിനൊന്നും ഇല്ല, നിങ്ങളൊരു കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. അപ്പോൾ എന്താ പറയുക, കേൾക്കുന്നവർക്ക് കേൾക്കാം, കേൾക്കാത്തവർക്ക് വല്ല ഒഴിഞ്ഞു മാറി പോട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്കൂൾ മക്കളായാലും സ്കൂളിലെ കുട്ടികളായാലും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. കാരണം നിങ്ങൾ മാത്രം പോയാൽ പോരാ, സ്കൂളത്തെ കുട്ടികളാകുമ്പോൾ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കൊരു പനി വന്നാൽ നമ്മളൊരു ബൈക്ക് ആട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോ സെറ്റാണ് പോയാൽ മതി. പക്ഷേ സ്കൂളത്തെ മക്കൾ 8ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന മക്കളാകുമ്പോൾ എന്താ പറയുക, ഒന്നുകിൽ നിങ്ങൾ രക്ഷിതാക്കൾ വരണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതായത് ഉപ്പാൻ്റെ അനിയന്മാർ, അളാപ്പാരോ മൂത്താപ്പാരോ ആരെങ്കിലുമൊക്കെ വരണം അങ്ങനത്തെ ഒരു. അപ്പോൾ എന്താ പറയുക, അത് കാരണം മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയാസം വരുന്ന ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം എൻ്റെ മാണിക്യക്കലകളായ മക്കളെ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ പരമാവധി ജസ്റ്റ് ഒരു കുടകൾ കൊണ്ടുപോകണം. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് പ്രയാസമാണെന്ന് നമുക്കറിയാം, പക്ഷെ നിങ്ങൾ ആരും കുട കൊണ്ടുപോകണില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും പരമാവധി എന്ത് ചെയ്യുക, കുട കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാത്ത പക്ഷങ്ങൾ ചെറിയൊരു 100 രൂപേൻ്റെ ഒരു കോട്ട് ബാപ്പാരോട് പറയാം, നിങ്ങൾ കോട്ട് വാങ്ങിത്തരണം ബാപ്പ, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, അസുഖങ്ങൾ. കാരണം എന്താ പറയുക, ഒരു ദിവസം നയിച്ചാൽ എന്താ കിട്ടലോ മക്കളെ, ഏകദേശം ഒരു 900-1000 രൂപയുടെ കിട്ടൽ. അതിന് നിങ്ങളെ ചിലവ്, കാര്യങ്ങൾ, ഭാവിയിലുള്ള സുരക്ഷിത ഒരുക്കാനുള്ള കാര്യങ്ങൾ, ചുറ്റുവട്ടങ്ങൾ ചെയ്യണം. പിന്നെ പോരാത്തിന് ഹോസ്പിറ്റലിൽ കൂടി പോകുമ്പോൾ ഏതൊരു മനുഷ്യർക്കും വലിയ പ്രയാസങ്ങളാണ് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, സ്കൂളത്തെ അധ്യാപകർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളത്തെ കുട്ടികൾക്ക് മറ്റേ യൂണിഫോം എന്ന പോലെ ഈ സമയത്ത് കുട നിർബന്ധമാക്കണം.